ഭൂമിയെ ചുറ്റുന്ന എത്ര കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തുണ്ടാകും? 2025 മെയ് വരെയുള്ള കണക്കനുസരിച്ച് 11,700 സജീവ ഉപഗ്രഹങ്ങളാണ് ഭൂമിയെ വട്ടം കറങ്ങുന്നത്. ആക്റ്റീവ് അല്ലാത്ത പ്രവർത്തനം നിലച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം കൂടി എടുത്താൽ അത് 15,000-ലെത്തും. നാസ, ISRO പോലെയുള്ള സർക്കാർ ഏജൻസികൾക്ക് പുറമെ പ്രൈവറ്റ് ഫേമുകളും സ്വന്തം നിലയ്ക്ക് ഉപഗ്രഹങ്ങൾ അയക്കാൻ തുടങ്ങിയതോടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം റെക്കോർഡ് വേഗത്തിലാണ് കുതിച്ചുയരുന്നത്. സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് വിക്ഷേപണത്തിലൂടെ മാത്രം 7,400-ലധികം ഉപഗ്രഹങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക്. അതിൽ 60% ആക്റ്റീവ് ഉപഗ്രഹങ്ങളാണ്, അതായത് സജീവമായി പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങൾ. 2024-ൽ ഓരോ 34 മണിക്കൂറിലും ഉപഗ്രഹങ്ങളുടെ കൂട്ടവുമായി ഒരു റോക്കറ്റ് വിക്ഷേപണമെങ്കിലും നടന്നിട്ടുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് മാത്രം 2,800 പുതിയ ഉപഗ്രഹങ്ങളാണ് മുകളിലെത്തിയിരിക്കുന്നത്. ഉപഗ്രഹങ്ങൾ ഏറെ അയക്കുന്നത് സാങ്കേതികപരമായി നേട്ടമല്ലേ എന്നാവും സ്വാഭാവികമായും ഒരാൾ കരുതുക. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. എല്ലാ ഉപഗ്രഹങ്ങളും ഭൂമിയുടെ അന്തരീക്ഷത്തിനും ബഹിരാകാശത്തിനുമിടയിലുള്ള എക്സോസ്ഫിയർ എന്ന പാളിയിലാണ് ഭ്രമണം ചെയ്യുന്നത്. ഭൂമിയിൽ നിന്നുള്ള ദൂരം അനുസരിച്ച് ഉപഗ്രഹങ്ങളെ ലോ എർത്ത് ഓർബിറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ്, ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുമുണ്ടാകും. അതിൽ ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങളാകും ഭൂമിയോട് ഏറ്റവും അടുത്തുണ്ടാവുക. ബഹിരാകാശ നിലയമൊക്കെ ഈ ഓർബിറ്റിലാണുള്ളത്. സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റുകളും ഇവിടെയാണ് ഭ്രമണം ചെയ്യുന്നത്. ഉപഗ്രഹങ്ങൾ അധികമായി ഈ ഓർബിറ്റുകളിൽ എത്തിയാൽ അവിടെ സ്വാഭാവികമായും തിരക്കുണ്ടാകും. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ റോഡിലെ ട്രാഫിക് ബ്ലോക്ക് പോലെ തന്നെ. ട്രാഫിക് അധികമായാൽ ഇവിടെ ഉണ്ടാകുന്നത് പോലെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സ്പേസിലും ഉണ്ടാകും. പലതരത്തിലുള്ള മലിനീകരണങ്ങൾ, ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ട്, ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്കുള്ള സാങ്കേതിക തടസ്സം എന്നിങ്ങനെ അതിന്റെ ഭവിഷ്യത്തുകൾ ഊഹങ്ങൾക്കും അപ്പുറത്താണ്. നിലവിൽ ആക്റ്റീവായ 1,00,000 സാറ്റലൈറ്റുകളെ വഹിക്കാനുള്ള ശേഷിയെ ലോ എർത്ത് ഓർബിറ്റിനുള്ളൂ. ലോകത്താകമാനം നടക്കുന്ന വിക്ഷേപണങ്ങൾ കണക്കിലെടുത്താൽ 2050 കൊണ്ട് തന്നെ ഈ ലിമിറ്റ് മറികടക്കും. ഈ അടുത്തിടെയാണത്രേ ഉപഗ്രഹങ്ങൾ സ്പേസിൽ ഇങ്ങനെ കുന്നുകൂടാൻ തുടങ്ങിയത്. ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇങ്ങനെ അനിയന്ത്രിതമായി വർദ്ധിക്കുന്നത് സിഗ്നലുകൾ ജാം ആകുന്നതിനും മറ്റും കാരണമാകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ്. അവയുടെ എണ്ണം നിയന്ത്രിച്ചില്ല എങ്കിൽ ഉടൻ തന്നെ 1,00,000 കടക്കുമെന്നും പിന്നെ അതിന് പ്രതിവിധി ഉണ്ടാകില്ല എന്നും കൂടി പറയുന്നുണ്ട് ഗവേഷകർ. സ്പേസ് ജങ്ക് ആണ് ഉപഗ്രഹങ്ങളുടെ എണ്ണം കൂടിയാൽ ഉണ്ടാകുന്ന പ്രധാന വിപത്ത്. കാലപ്പഴക്കം സംഭവിച്ച ഉപഗ്രഹങ്ങളും റോക്കറ്റ് ഭാഗങ്ങളും കൂട്ടിയിടിച്ച് അന്തരീക്ഷത്തിലേക്ക് ചിതറുന്ന അവശിഷ്ടങ്ങളാണ് സ്പേസ് ജങ്ക്. ഇവ സ്പേസിൽ കറങ്ങി നടക്കുന്നത് ബഹിരാകാശ പര്യവേക്ഷണത്തെ കാര്യമായി തന്നെ ബാധിക്കും. ബഹിരാകാശ യാത്രികർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കെസ്ലർ സിൻഡ്രോമാണ് മറ്റൊരു പ്രശ്നം. ഉപഗ്രഹങ്ങളുടെ കൂട്ടിയിടികൾ മൂലം ചില ഓർബിറ്റുകൾ ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയാണിത്. ഒരു സാങ്കല്പികമായ സാഹചര്യമാണെങ്കിലും അതിന്റെ സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രകാശ മലിനീകരണം എന്ന പ്രതിഭാസമാണ് മറ്റൊരു പ്രശ്നം. ഭൂമിയിൽ നിന്ന് അയക്കുന്ന ഉപഗ്രഹങ്ങളിൽ തിളക്കം കൂടിയവയും കുറഞ്ഞവയും ഉണ്ടാകും. ഉപയോഗിച്ചിരിക്കുന്ന ആന്റിനയുടെ പ്രത്യേകതയും റിഫ്ലക്റ്റീവ് പാനലുകളും ഒക്കെയാണ് തിളക്കം കൂടിയ പ്രതീതി ഇവയ്ക്ക് നൽകുന്നത്. തിളക്കം കൂടിയ സാറ്റലൈറ്റുകളാണെങ്കിൽ അവ വാന നിരീക്ഷണത്തിന് തടസ്സമുണ്ടാക്കും. ടെലിസ്കോപ്പുകൾ പകർത്തുന്ന ചിത്രങ്ങളുടെ ക്വാളിറ്റിയും അങ്ങനെ കുറയും. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ റേഡിയോ ആസ്ട്രോണമിയെ തടസ്സപ്പെടുത്തുമെന്നതാണ് ഉപഗ്രഹങ്ങൾ ഏറിയാൽ ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ട്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ബഹിരാകാശത്തെ വസ്തുക്കളെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് റേഡിയോ ആസ്ട്രോണമി. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ ഇത്തരം പഠനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാറുണ്ടെന്ന് ഇതിനോടകം തന്നെ പലതവണ പരാതിയും ഉയർന്നിട്ടുണ്ട്. ഈ ഉപഗ്രഹങ്ങൾ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് പ്രശ്നത്തിന് കാരണം. റേഡിയോ നോയ്സ് എന്നാണ് ഇവയെ ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത്. ആകാശവസ്തുക്കളിൽ നിന്നുള്ള സിഗ്നലുകൾ ഈ റേഡിയേഷൻ മൂലം ടെലിസ്കോപ്പുകൾക്ക് പിടിച്ചെടുക്കാനാവില്ല. സ്വാഭാവികമായും ഇവയെക്കുറിച്ചുള്ള പഠനവും മുടങ്ങും. സ്റ്റാർലിങ്കിന്റെ 2ാം തലമുറയിലെ ഉപഗ്രഹങ്ങൾ പഴയതിലും 32 മടങ്ങ് ശക്തിയേറിയ റേഡിയേഷനാണ് പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ബഹിരാകാശ പഠനങ്ങൾക്ക് വലിയ വെല്ലുവിളിയും സൃഷ്ടിക്കുന്നുണ്ട്. ആഗോളതലത്തിലുള്ള ഇന്റർനെറ്റ്, മറ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ എന്നിവയൊക്കെ ലഭിക്കുന്നതിനായി ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നവയാണ് മിക്ക ഉപഗ്രഹങ്ങളും. വാണിജ്യാടിസ്ഥാനത്തിൽ ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് ഒന്നിച്ച് വിക്ഷേപിക്കുന്നത് ഇപ്പോൾ സത്യത്തിൽ ഒരു അനിവാര്യതയായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേയധികം ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് സ്പേസിലേക്ക് അയക്കുന്ന പ്രൊജക്റ്റുകൾ സ്പേസ് എക്സിന് പുറമെ ആമസോണും വൺവെബും ധാരാളം ചൈനീസ് കമ്പനികളും നടത്താറുള്ളതുമാണ്. ഒരു തരത്തിൽ ബഹിരാകാശത്ത് സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ഒരു നീക്കമാണിത്. കണക്ടിവിറ്റി അധികം എത്താത്ത പ്രദേശങ്ങളിൽ ഇത് എത്തിക്കുന്ന ജോലിയാണ് ഭൂരിഭാഗം സാറ്റലൈറ്റുകളും ചെയ്യുക. അത് നിലവിൽ അനിവാര്യതയാണ് എന്നിരിക്കെ ഇങ്ങനെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനെ കാര്യമായി കുറ്റപ്പെടുത്താനുമാവില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി അഭിവൃദ്ധി നേടുമ്പോഴും അത് വിപരീത ഫലം സൃഷ്ടിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞർ. സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യകളിൽ നിന്നുള്ള ലാഭത്തിനായി ഭൂമിയെയും ബഹിരാകാശത്തെയും വിലക്കി കൊടുക്കരുതെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്.